ഞാൻ 1995 മുതൽ റംസാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. സൗദി അറേബ്യയിലെ ജിദ്ദയിലായിരുന്ന സമയത്താണ് ഈ നോമ്പ് നോക്കൽ തുടങ്ങിയത്. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ പോലും എന്തിനു വേണ്ടിയിട്ടാണ് നീ നോൽക്കുന്നതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. മലപ്പുറത്തെ വിമർശിക്കുന്ന ആളുകൾക്കിടയിൽ എനിക്ക് അത്തരത്തിലുള്ള ഒരു വിഷമവും, ഞാൻ മലപ്പുറത്തുകാരനായിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. നോമ്പെടുക്കാതിരുന്നിട്ട് പോലും ഒരു നോമ്പുകാരന് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് സഹകരിച്ച ആ ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ആ ഒരു ദിവസത്തിൽ ഒരു നോമ്പ് എനിക്ക് മിസ്സായിട്ടുണ്ട്. നോമ്പ് നോക്കണമെന്ന് പറയുന്ന ഒരാളോട് എങ്ങനെ ഞാൻ നോമ്പ് നോക്കണ്ട എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സമ്മതിക്കുകയും, ഞാൻ ഒരു അമുസ്ലിമാണെന്നറിഞ്ഞിട്ട് പോലും അവർ കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടുള്ള എന്നോട് കാണിച്ചിട്ടുള്ള എന്നെ പരിഗണിച്ച ആ ഒരു രീതി എനിക്ക് വളരെയധികം അത്ഭുതം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇസ്ലാം മതവിശ്വാസപ്രകാരം അസുഖബാധിതരായ ആളുകൾക്ക് നോമ്പ് നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. നമസ്കാരം. എൻ്റെ പേര് അഖിലേഷ്. ഞാൻ മലപ്പുറം ജില്ലയിൽ വേങ്ങരയാണ് എൻ്റെ സ്വദേശം. വേങ്ങരയ്ക്കടുത്ത് ഊരകം ഗ്രാമപഞ്ചായത്തിലാണ്. ഞാൻ ഇപ്പോൾ മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനിലെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ. ഞാൻ 1995 മുതൽ റംസാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. 95 മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 95 സൗദി അറേബ്യയിലെ ജിദ്ദയിലായിരുന്ന സമയത്താണ് ഈ നോമ്പ് നോക്കൽ തുടങ്ങിയത്. എൻ്റെ റൂംമേറ്റ്സായിരുന്ന സുഹൃത്തുക്കൾ അവർ നോമ്പ് നോക്കുന്ന സമയത്ത് ഞാൻ മാത്രം നോമ്പ് നോക്കാതിരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായതും ഞാൻ നോമ്പ് നോറ്റ് തുടങ്ങിയതും. അങ്ങനെ അതിനുശേഷം സൗദി അറേബ്യയിൽ ഒരു 5 വർഷക്കാലം തുടർച്ചയായിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ആ നോമ്പ് നോക്കുന്ന രീതി തുറന്നു വരികയുണ്ടായി. പിന്നെ അതിന് ശേഷം ജോലി കിട്ടി നാട്ടിൽ വന്നതിന് ശേഷവും ഞാൻ നോമ്പ് നോക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ എല്ലാവരും എന്താണ് അതിൻ്റെ ആവശ്യം, എന്തിനാണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ പോലും എന്തിനു വേണ്ടിയിട്ടാണ് നീ നോൽക്കുന്നതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ അവരൊക്കെ നോമ്പ് നോക്കുകയും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വിശപ്പിൻ്റെ വില അറിയുക, എന്താണ് വിശപ്പ് എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ പട്ടിണി കിടക്കുന്ന മറ്റുള്ളവരുടെ പോലെ അവരുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ രീതികൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാനത് തുറന്നു വരാൻ കാരണം. അങ്ങനെ ഇപ്പോൾ ഈ 2025 ഈ നോമ്പ് പോലും ഞാൻ തുടർച്ചയായിട്ട് അനുഷ്ഠിച്ച് വരുന്നുണ്ട്. ഇതിനിടയിൽ എനിക്ക് കുറേ അനുഭവങ്ങൾ, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ അനുഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, എന്നെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ കഴിഞ്ഞ വർഷം പോലും മിക്ക ദിവസങ്ങളും വീട്ടിൽ നിന്ന് നോമ്പ് നോക്കേണ്ട അവസ്ഥ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടിലെ സംഘടനകളാണെങ്കിലും ശരി, വീടുകളാണെങ്കിലും അയൽ വീടുകളാണെങ്കിലും നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് എന്നെ നോമ്പ് തുറപ്പിക്കുന്ന ഒരു സമീപനം എൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അയൽവാസികളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനതിനെ കാണുന്നത് മലപ്പുറത്തെ ആളുകളുടെ സ്നേഹവും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു ഊട്ടിയുറപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തീവ്രതയുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ മലപ്പുറത്തെ മോശമായി ചിത്രീകരിക്കുന്ന പല വിഭാഗങ്ങളും അസഹിഷ്ണുതയുടെ പേരിൽ, അല്ലെങ്കിൽ പല കാര്യങ്ങളുടെ പേരിലും മലപ്പുറത്തെ വിമർശിക്കുന്ന ആളുകൾക്കിടയിൽ എനിക്ക് അത്തരത്തിലുള്ള ഒരു വിഷമവും, ഞാൻ മലപ്പുറത്തുകാരനായിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. സത്യത്തിൽ എല്ലാ മതങ്ങളും പറയുന്ന കാര്യങ്ങൾ ഒക്കെ അവസാനം എത്തിച്ചേരുന്നത് ഒരു പോയിന്റിലേക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ഞാൻ കുറേയൊന്നും മതങ്ങളെ പറ്റി പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. പക്ഷേ പല സമയങ്ങളും പല ന്യൂസുകളാണെങ്കിലും അല്ലെങ്കിൽ സംഭാഷണങ്ങളാണെങ്കിലും പ്രസംഗങ്ങളാണെങ്കിലും കേട്ടുകൊണ്ടുള്ളൊരു അറിവ് വെച്ച് നോക്കുമ്പോൾ ഈ എല്ലാ മതങ്ങൾ പറയുന്നതും അവസാനം ചെന്നെത്തുന്ന ഒരു പോയിന്റിലേക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഅ്ദിനിലെ ഉസ്താദ് വരെ കഴിഞ്ഞ വർഷം എന്നെ നോമ്പ് 25-ന് എന്നെ നോമ്പ് തുറപ്പിക്കുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം മഅ്ദിനിലെ ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ
ലോകമറിയപ്പെടുന്നൊരു നേതാവ് എന്നെ വിളിച്ച് നോമ്പ് തുറക്കാൻ, അഖിലേഷ് നോമ്പ് തുറക്കാൻ ഒരു ദിവസം മദീനയിൽ വരണം എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹവും ആ ചേർത്ത് വെക്കലും ആ ചേർത്ത് പിടിക്കലും അതിനെ വളരെയധികം എങ്ങനെയാണത് പറയുക എന്നുള്ളത് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മരണപ്പെടുന്നതിൻ്റെ ഒരു ഒരു കുറച്ച് മുമ്പായിട്ട് ആ ഒരു കോവിഡ് കാലത്താണ് അഖിലേഷ് നോമ്പ് തുറക്കാൻ ഒരു ദിവസം വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം എങ്ങനെയാണ് അതിനെ വിവരിക്കുക അല്ലെങ്കിൽ എങ്ങനെ വിശദീകരിക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ തന്നെ കഴിയുന്നില്ല. അതിനുശേഷം മുൻ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ വീട്ടിലേക്ക് വിളിക്കുകയും അവിടെ നിന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിഷു നാളിൽ റമദാനും വിഷുവും കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കാൻ വന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തങ്ങളിൽ അല്ലെങ്കിൽ നല്ല മുഹൂർത്തങ്ങളിൽ ഒന്നായിട്ട് ഞാൻ അതിനെ കാണുന്നു. കാരണം ആളുകൾ എങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നോമ്പിനെയും നോമ്പ് തുറയെയും പിന്നെ മതസൗഹാർദ്ദത്തെയും ഒക്കെ ആളുകൾ കാണുന്നത് എന്നുള്ളതിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമായിട്ടുണ്ടായ ഒരു അനുഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പിന്നെ ഈ നോമ്പ് കാലങ്ങളിൽ അവിടെ ശരിക്കും നോമ്പ് കാലത്ത് രാത്രിയിൽ ആണ് കൂടുതൽ ഡ്യൂട്ടി ടൈമൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തറാവീഹ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ സമയങ്ങളിൽ ജോലി ചെയ്യുകയും സുബഹി ബാങ്ക് കൊടുക്കുന്ന ആ സമയത്തിന് മുന്നേ ഭക്ഷണം റൂമിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ട് നോമ്പ് നോക്കുകയും ഉച്ച സമയങ്ങളിൽ റെസ്റ്റ്, പിന്നെ ഒരു നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഈ ഓരോ ഭക്ഷണങ്ങൾ സ്വന്തം പാകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള തിരക്കുകൾ, അങ്ങനെയൊക്കെയാണ് എൻ്റെ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നോമ്പുമായിട്ട് പറയുമ്പോൾ എനിക്ക് ഓർമ്മിക്കാനുള്ളത്, എൻ്റെ ഭാര്യ ഇപ്പോൾ എന്നെ വിട്ട് പിരിഞ്ഞു പോയിട്ടൊരു വർഷം കഴിഞ്ഞു. നോമ്പ് തുറക്കുന്നതിനുള്ള വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കി തരികയും രാവിലെ അത്താഴത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനുള്ള അവർക്കൊന്നും ആവശ്യമില്ലാതിരുന്നിട്ട് കൂടി എന്നെ അത്രത്തോളം ആ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത എൻ്റെ ഭാര്യ, എല്ലാമായ എൻ്റെ ഭാര്യയുടെ അതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു വിഷമം ഇപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നോമ്പ് തുറക്കേണ്ട അവസരം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് അനുഭവിക്കുന്നുണ്ട്. കാരണം അതില്ലാത്തൊരു സംഭവം, ആ ഒരു വേദന, ആ ഒരു വിഷമം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളോട് അത്രയും നോമ്പെടുക്കാതിരുന്നിട്ട് പോലും ഒരു നോമ്പുകാരന് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് സഹകരിച്ച ആ ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. മറ്റൊരു അനുഭവം, ഞാൻ വയനാട് പനമരം ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് 2019 പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാൻ വീട്ടിൽ വരികയും അന്ന് നോമ്പ് നോറ്റിരുന്ന ആ സമയത്ത് എനിക്കൊരു ഭയങ്കരമായ നെഞ്ഞുവേദന ഉണ്ടായതിനെ തുടർന്ന് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും അന്ന് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ ആ ഒരു ദിവസത്തിൽ ഒരു നോമ്പ് എനിക്ക് മിസ്സായിട്ടുണ്ട് 2019. മറ്റെല്ലാ സമയങ്ങളിലും എല്ലാ നോമ്പും ഞാൻ നോക്കാറുണ്ട്. പക്ഷേ 2019 ശേഷമുള്ള ആ ഒരു സമയത്തിന് ശേഷം എനിക്കൊരു 4-5 തവണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്ന സമയത്തൊക്കെ നോമ്പ് നോക്കുന്ന കാര്യം ഞാൻ ഡോക്ടറോട് പറയുകയും റിവ്യൂവിന് പോകുന്ന സമയത്ത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ആൾ നോമ്പ് നോക്കാൻ സമ്മതിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2025 ഒരു ജനുവരിയിൽ എനിക്കിങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും അഡ്മിറ്റ് ചെയ്ത് അതിനുശേഷം റിവ്യൂവിന് ചെന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചത്, ഈ മാർച്ച് 1 നോമ്പ് വരും, എനിക്ക് നോമ്പ് നോക്കാൻ നോറ്റുകൂടെ എന്ന് ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ജനുവരി 25 രണ്ടാമത് റിവ്യൂവിന് ചെന്ന സമയത്തും ഞാൻ പറഞ്ഞത് എനിക്ക് നോമ്പ് നോക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത്, നോമ്പ് നോക്കണമെന്ന് പറയുന്ന ഒരാളോട് എങ്ങനെ ഞാൻ നോമ്പ് നോക്കണ്ട എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സമ്മതിക്കുകയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഒഴിവാക്കണം, അത് നോമ്പ് മുറിച്ചുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോമ്പ് നോക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ തഹസിൻ നെടുവഞ്ചേരി എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ്.
എന്നെ അത്രമാത്രം എൻ്റെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആ ആരോഗ്യ കാര്യങ്ങൾ വേണ്ട നിർദ്ദേശങ്ങളും തരുന്ന ഒരാളാണ് തഹസിൽ നടുവഞ്ചേരി. അദ്ദേഹത്തോടുള്ള ആ ഒരു ഇപ്പോൾ ഇതിന് സമ്മതിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഞാൻ 95 മുതലുള്ള സമയങ്ങളിലൊക്കെ എല്ലാ സമയങ്ങളിലും എൻ്റെ സുഹൃത്തുക്കളുടെ ഫാമിലിയുള്ള സുഹൃത്തുക്കളൊക്കെ എന്നെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കാറുണ്ടായിരുന്നു. ഫാമിലി ഇല്ലാത്ത ബാച്ചിലേഴ്സ് മാത്രമുള്ള റൂമുകളിൽ പോലും എനിക്ക് വേണ്ടിയിട്ട് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുകയും അത്തരത്തിൽ എന്നെ ചേർത്ത് പിടിക്കാനും അവർ കാണിച്ചിട്ടുണ്ട്. ഒരു നല്ല മനസ്സ് കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ഈ സമയത്ത് എൻ്റെ കടപ്പാട് അറിയിക്കുകയാണ്. അതുപോലെ ഞാനൊരു 2013 കാലഘട്ടങ്ങളിൽ യു എയിലുണ്ടായിരുന്നു. യു എയിലുണ്ടായിരുന്ന സമയത്തും നോമ്പ് കാലത്തും യു എയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് റൂമിൽ തനിച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് അവിടെയുള്ള പള്ളിയിൽ പോയിട്ട് അവിടെ നിന്നാണ് നോമ്പ് തുറക്കാറുള്ളത്. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. കാരണം എന്താ വെച്ചാൽ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള പാകിസ്ഥാനികളുണ്ടാവും, അതുപോലെ ഇന്തോനേഷ്യ, പിന്നെ അഫ്ഗാനികൾ, ഈവൻ സൗദികൾ പോലും ഉള്ള ആ ഒരു പള്ളിയിൽ വെച്ച് നോമ്പ് തുറക്കുന്ന ഞാനൊരു അമുസ്ലിമാണെന്നറിഞ്ഞിട്ട് പോലും അവർ കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അവർ എന്നോട് കാണിച്ചിട്ടുള്ള എന്നെ പരിഗണിച്ച ആ ഒരു രീതി എനിക്ക് വളരെയധികം അത്ഭുതം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചെടുക്കുകയാണ്. കുറേ നല്ല ഓർമ്മകൾ ഈ റമദാൻ കാലത്തും അല്ലാത്ത സമയത്തും ഉണ്ട്. പിന്നെ അത് ഇനിയും കുറേ കാലം നോൽമ്പ് നോക്കുന്നതിനുള്ള ഒരു അവസരം സർവശക്തൻ നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥന ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറേ കാലങ്ങളായിട്ട് തന്നെ എനിക്ക് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ നോമ്പ് സമയത്ത് ഭക്ഷണത്തിൻ്റെ ഒരു നിയന്ത്രണം വരുന്നു. പിന്നെ രാവിലെ മുതൽ ഫാസ്റ്റിങ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആരോഗ്യത്തിന് തന്നെ വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ആരോഗ്യമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം തുറന്ന് ചെയ്യുന്നതിനും ഒക്കെ താല്പര്യം എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഇത്രയൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും എനിക്ക് പിന്നെ നോമ്പ് നോക്കുന്നതിനൊരു ബുദ്ധിമുട്ട് ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസപ്രകാരം അസുഖബാധിതരായ ആളുകൾക്ക് നോമ്പ് നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ പിന്നെ മഅദിൻ അക്കാദമി, അതുപോലെ മറ്റ് നാടുകളിലൊക്കെയുള്ള പല സംഘടനകൾ, വിവിധ സംഘടനകൾ, മതസംഘടനകളാണെങ്കിലും നാട്ടിലെ ക്ലബ്ബുകളാണെങ്കിലും ഈ ഇഫ്താർ മീറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇഫ്താർ മീറ്റുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അത് ഒരു മതപരമായ ചടങ്ങ് എന്നതിലുപരിയായിട്ടൊരു സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു ചേർത്ത് പിടിക്കലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ മറ്റ് നാടുകൾ, മീൻസ് മറ്റ് ജില്ലകളിലുള്ള ആളുകൾ മലപ്പുറത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ മറ്റ് ഇതര മതസ്ഥരെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ ഒരു സമൂഹ നോമ്പ് തുറ എന്നുള്ളത് സമൂഹത്തിൻ്റെ സ്നേഹവും സൗഹാർദ്ദവും മതസൗഹാർദ്ദവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപാധികളായി മാറുന്നുണ്ട് പല സമയങ്ങളിലും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു സന്ദേശം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ സമൂഹ നോമ്പ് തുറകളുടെ രീതികളിലുള്ള ചെറിയൊരു നിർദ്ദേശം എനിക്ക് വെക്കാനുള്ളത്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളത് ലല്ല, പക്ഷേ ഒരു സന്ദേശം സർക്കാരിൻ്റെ രീതിയിലുള്ളതാണെങ്കിലും ശരി, മതപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും ശരി, എനിക്കൊരു റിക്വസ്റ്റ് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ സമൂഹ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് വളരെയധികം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ആ ഭക്ഷണങ്ങൾ അനാവശ്യമായി കളയുന്ന ഒരു സ്ഥിതിവിശേഷം പല സമയങ്ങളും ഉണ്ടാവാറുണ്ട്. അത് മതപരമായി തന്നെ നോക്കുമ്പോൾ അതൊരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഒരു പിടി ചോറിന് വേണ്ടിയിട്ട് അലയുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുമ്പോൾ വിഷമിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ആചാരത്തിൻ്റെ പേരിൽ കുറേ ഭക്ഷണം ഉണ്ടാക്കുകയും അത് ഒഴിവാക്കി കളയുകയും അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുന്ന ഒരു രീതിയുണ്ട്. അത് പരമാവധി കുറയ്ക്കാനുള്ള സംവിധാനം ഈ സംഘടനകളും അതുപോലെയുള്ള ആളുകളും ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളായ പ്ലാസ്റ്റിക്, പേപ്പർ ഗ്ലാസുകൾ, പേപ്പർ പ്ലേറ്റുകൾ, തെർമോകോൾ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, ചെറിയ ബോട്ടിൽ കുപ്പിവെള്ളങ്ങൾ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു നോമ്പ് തുറ കൊണ്ട് പ്രകൃതിക്ക് ദോഷമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നാട്ടിലെ ജീവജാലങ്ങൾക്ക് മോശമാവുന്ന രീതിയിലുള്ള
അവസരം ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു നല്ല പ്രവൃത്തിയുടെ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു പ്രവൃത്തിക്ക് മോശമാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാവുന്നുണ്ട് എന്നുള്ളത് ഈ മതസംഘടനകളും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും ശ്രദ്ധിച്ചാൽ അത് വളരെയധികം നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മതിൻ പോലെയുള്ള സ്ഥാപനങ്ങൾ സ്റ്റീൽ പ്ലേറ്റുകളും സ്റ്റീൽ ഗ്ലാസുകളും ഫൈബർ പ്ലേറ്റുകളും ഗ്ലാസുകളും വെച്ചുകൊണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള സമൂഹ നോമ്പ് തുറകളും എല്ലാ ദിവസവും ഈ 30 ദിവസവുമുള്ള നോമ്പ് തുറയിൽ അത് പാലിക്കുന്നു എന്നുള്ളത് വളരെയധികം എന്താ പറയുക, നമ്മൾ അവരെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ പോലും ആ കാര്യത്തിൽ വളരെയധികം താല്പര്യമെടുത്തുകൊണ്ട് താഴെ തട്ടിലുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകുകയും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. ഈ അവസരത്തിൽ ആ പ്രസ്ഥാനത്തെയും അതിൻ്റെ സംഘാടകരെയും അതിനെ അമരത്തിരിക്കുന്ന തങ്ങൾ ഉസ്താദിനെയും പ്രശംസിക്കാനും കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്.